ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിൽ മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. മറ്റൊന്നുമല്ല, ഇലയടയാണ്. അപ്പോൾ ഇലയട സാധാരണ ഉണ്ടാക്കാറ് ശർക്കരയും തേങ്ങയും യൂസ് ചെയ്തിട്ടാണ്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിയർ വേർഷനിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് കാണാൻ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ZN വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇലയടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇവിടെ 3 ബ്ലോക്ക് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഒരു 200 ഗ്രാമിന് അടുത്തുണ്ടാക്കും. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ ശർക്കര നല്ലപോലെ അലിയിച്ചെടുക്കുകയാണ്. അതിന് മുന്നേ നമ്മളിതിലേക്ക് ഒരു ഏലക്ക ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ശർക്കര പാനീയം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ തിളപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിയിൽ സ്റ്റിക്ക് ആവാതിരിക്കും. അപ്പോൾ ഇതിവിടുന്ന് തിളച്ച് റെഡി ആയിക്കോട്ടെ. ഈ ഒരു ടൈമിൽ നമുക്ക് വാഴയില റെഡിയാക്കി വെക്കാം. നമ്മളിത് ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ്. അപ്പോഴാണ് നമുക്കിതിൻ്റെ പെർഫെക്റ്റ് സ്മെല്ലും അതേപോലെ ടേസ്റ്റും കിട്ടുള്ളൂ. വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് വാഴയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. വാഴയില ഇവിടെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനീയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മളിതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗീ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ നാടൻ ഇലയടയില്ലേ, ഇതുപോലത്തെ നാടൻ റെസിപ്പീസും അതല്ലാത്ത വെറൈറ്റി റെസിപ്പീസും ഈ ചാനലിൽ ഒരുപാട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും പറയാം. അതല്ല, ഇനി പുതുതായി വരുന്ന റെസിപ്പീസും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി ഈ ഗീയിലേക്ക് നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത് കാഷ്യൂസ് ആണ്, കശുവണ്ടി. അത് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അത് നമ്മളിതിലേക്ക് ചൂടായ ഗീയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്താണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് 2 ചെറിയ ഉള്ളിയാണ്. അപ്പോൾ 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇലയട കുറച്ചുകൂടി ടേസ്റ്റിയർ ആക്കാൻ ട്രൈ ചെയ്യുന്നത് നേന്ത്രപ്പഴം ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്കറിയാം ഇത് എത്ര ടേസ്റ്റിയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നേന്ത്രപ്പഴം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. കൂട്ടത്തിൽ തേങ്ങയും വേണം. അപ്പോൾ തേങ്ങ ഇവിടെ 1 മുറി തേങ്ങ ആണ് ചിരക്കി വെച്ചിട്ടുള്ളത്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഈ പഴം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പഴം ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 കപ്പ് തേങ്ങയാണ് ഇട്ടുള്ളത്. ഈ തേങ്ങയും ഇതുപോലെ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനുശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ ഒരുവിധം വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പഴത്തിൻ്റെ കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കര പാനി നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. നല്ല ഫ്രഷ് ഗീയും ശർക്കരയും തേങ്ങയും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു അടിപൊളി സ്മെല്ല്. അപ്പോൾ ഇത് നമ്മളിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫില്ലിങ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇനി അടയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇങ്ങനെ തന്നെ നമ്മൾ കഴിച്ചു തുടങ്ങും. അത്രയും ടേസ്റ്റിയാണ് ഈ ഫില്ലിങ്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇലയട ഉണ്ടാക്കുന്ന മെയിൻ സ്റ്റെപ്പാണിത്. നമുക്ക് മാവ് കുഴച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.25 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി.
ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിടാൻ മറന്നു പോകരുത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു 5 to 8 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വലിയ സൈസിൽ ബോളായിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇലയിലേക്ക് നമ്മളിത് പരത്തിയെടുക്കുകയാണ്. കൈ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. പരത്തി വെച്ച മാവിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് നല്ലപോലെ സീൽ ചെയ്തെടുക്കുക. നമ്മൾ ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇഡ്ഡലി കുക്കർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഓട്ടയുള്ള ഒരു ഹോൾസുള്ള പാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ വെസലിൽ വെച്ച് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 7 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കൈ പൊള്ളാതെ ഇതിൽ നിന്ന് അടയെടുത്ത് മാറ്റാം. അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. നല്ലപോലെ ചൂടുള്ള സ്റ്റീമായിരിക്കും. അപ്പോൾ കൈ പൊള്ളാതെ വേണം ഇതിൽ നിന്ന് അടയെടുത്ത് മാറ്റാൻ. അതിനുശേഷം അടുത്ത ബാച്ചും ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഇലയട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഇലയട നമുക്കൊന്ന് തുറന്ന് നോക്കാം. സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.